നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന CCTVയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ലഹരി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവൻ നൽകുന്ന അമ്മമാരെ പോലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുത്ത പോലെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൊരു ദൗത്യം. അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോക ജനതയെ തന്നെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഒത്തുചേരാനുള്ള സാഹചര്യവും. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ 3000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. പറപ്പൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, നഴ്സിംഗ് സ്കൂൾ നഴ്സ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന, ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ്, അധ്യാപകരായ സിസ്റ്റർ ലില്ലി തോമസ്, അൽഫീന പയസ്, CCTV ഡയറക്ടർമാരായ KC ജോസ്, CS സുരേഷ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ, പറപ്പൂക്കാവ് ദേവസ്വം ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹം മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അതുപോലെ ഓരോ പ്രദേശങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ വീണാൽ എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വരുന്നു. നമ്മൾ സമൂഹത്തിൽ ഇന്ന് അത് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ CCTV നടത്തുന്ന പരിപാടികളിൽ ഒപ്പം കൈകോർത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെയുണ്ട്. ഈ പരിപാടിക്ക് ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കുന്നംകുളം അടുപ്പൂട്ടിപ്പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മപ്പെരുന്നാളിനെ കൊടിയേറി. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കൊടിയേറ്റ് നിർവഹിച്ചു. ഏപ്രിൽ 4-5 തീയതികളിലായാണ് ഓർമ്മപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സീനിയർ ഗ്രൗണ്ട് മാർ OCO വാർഡ് കുരിശുംതറയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര പാമ്പാടി സ്മാരക കുരിശുപള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് സന്ധ്യാനമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയുമുണ്ടാകും. ശുശ്രൂഷകൾക്ക് കോട്ടയം ദേവലോകം മാനേജർ യാക്കോബ് റമ്പാൻ മുഖ്യകാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി K ബാബു ഇട്ടൂപ്പ്, പെരുന്നാൾ കൺവീനർ TP വിജു തുടങ്ങിയവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും. 2 ദിവസങ്ങളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന SFI കുന്നംകുളം ഏരിയ സമ്മേളനം സമാപിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാളവിക പ്രദീപ് അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗം മേഘന, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, വൈസ് പ്രസിഡന്റുമാരായ അനസ് ജോസഫ്, T അഭിജിത്ത്, MS ശ്യാംജിത്ത്, യശ്വന്ത് കൃഷ്ണ, ശ്രീലക്ഷ്മി കടവലൂർ, CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രണവ് പ്രേമൻ സെക്രട്ടറി, അക്ഷയ് അനിൽ പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മകുടോദാഹരണങ്ങളായി നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഏറ്റവും പൈതൃകത്തെയും ഇന്ത്യ നിലനിൽക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാടിൻ്റെയും മുന്നിലേക്ക് അവർ വാളുയർത്തി. ആ വാളുയർത്തിയത് ബാബരി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തച്ച് തകർക്കപ്പെട്ട പകലുകളിലായിരുന്നു.
ആ പകലുകളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആദ്യമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത് വളരെ വ്യത്യസ്തകരമായിട്ടുള്ള നിലയിൽ നിന്നായിരുന്നു. അദ്ദേഹം തിരിച്ച് അതിനുത്തരം നൽകുന്നത് സ്വയംഭൂവായി വന്നതല്ല, അവിടെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകന്മാർ കൊണ്ടുവച്ചതാണ്. ആ കൊണ്ടുവച്ച പ്രതിമ സരയൂ നദിയുടെ മാർത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നുള്ളതായിരുന്നു ഉത്തരം. കാഞ്ഞിരക്കോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കവുങ്ങുകൾ മുറിച്ചിട്ട് അടയ്ക്ക മോഷ്ടിച്ചതായി പരാതി. പരാത്തുകുളം ചൊവ്വലൂർ ബാബുവിന്റെ പുറം പറമ്പിലെ 5 കവുങ്ങുകളാണ് മുറിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മഞ്ഞളിപ്പും വിവിധ രോഗബാധയും കവുങ്ങ് കൃഷിയെ സാരമായി ബാധിച്ചിരുന്നു. വൻതോതിൽ പണം ചെലവഴിച്ചാണ് കവുങ്ങ് കൃഷി നടത്തിപ്പോരുന്നത്. ഇതിനിടയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമുണ്ടായിട്ടുള്ളത്. വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കർഷകനായ ബാബു ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. കവുങ്ങ് മുറിച്ചിട്ട് സമയോചിതര് വന്നു. കവുങ്ങ് മുറിച്ച് എപ്പോഴോ മുറിച്ചു കൊണ്ടുപോകണമെന്ന് അറിയില്ല. കവുങ്ങ് മുറിച്ചിട്ട് അടയ്ക്ക കൊണ്ടുപോവുക, അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് അടയ്ക്കിന് ഇതുണ്ടാവണില്ല, നോക്കിയിട്ട് അടക്കിയില്ല, മഞ്ഞളിപ്പും രോഗങ്ങളൊക്കെ കാരണം. അപ്പം ഇതിനൊരു നടപടി ആരെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾക്കെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, KK യോഗേഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, NB ബിജു, PB ബിബിൻ, PA ബൈജു, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. 100 വയസ്സിന്റെ നിറവിലെത്തിയ CPM നേതാവ് NK മാധവന് ജന്മനാടിന്റെ സ്നേഹാദരം. ചെറുമനങ്ങാട്ടെ വസതിയിൽ നടന്ന ആഘോഷത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ആശംസയർപ്പിച്ചു. 1952 കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് നീലമാക്കിൽ കുട്ടപ്പന്റെ മകനാണ് NK മാധവൻ. പിതാവിന്റെ പാത പിൻപറ്റിയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിനിറങ്ങിയത്. ജന്മി നാടുവാഴിത്വ ഭരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടന്ന പോരാട്ടങ്ങളിൽ പ്രധാന പങ്കാളിയായി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിനു ശേഷം CPIM പ്രസ്ഥാനത്തിൽ അംഗമായി പ്രവർത്തനം തുടങ്ങി. കർഷക തൊഴിലാളി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരുന്നതിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ചു. ആദരവ് ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KM നൌഷാദ് അധ്യക്ഷനായി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ആദര ചടങ്ങ് നിർവഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം E ചന്ദ്രൻ, ലീഗ് നേതാവ് MS ബഷീർ, CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, കൺവീനർ ഫ്രാൻസിസ് കൊള്ളന്നൂർ, മേരി തോമസ്, T അരവിന്ദാക്ഷൻ, UK മണി, E ഗംഗാധരൻ നായർ, KV പുഷ്പ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉപഹാര സമർപ്പണം നടത്തി. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള EDയുടെ പ്രവർത്തനത്തിനെതിരെ CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഐനൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. PC ചന്ദ്രൻ സ്വാഗതവും AK സത്യൻ നന്ദിയും പറഞ്ഞു. കരിക്കാട് ജുമാ മസ്ജിദിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കരുണയുടെ UAE ചാപ്റ്റർ കരിക്കാട് മേഖലയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് വർഷം തോറും നൽകി വരാറുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. വർഷത്തിൽ 5000 രൂപ ചികിത്സാ ധനസഹായവും മാസം തോറും 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുകളുമാണ് 32 കുടുംബങ്ങൾക്ക് നൽകിയത്. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ച പള്ളിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും കുത്തുബക്കും നമസ്കാരത്തിനും ശേഷം സഹായ വിതരണത്തിന്റെ കൂപ്പൺ മഹല്ല് ഖത്തീബ് അബ്ദുൾ സത്താർ അൻവരിയിൽ നിന്നും മഹല്ല് പ്രസിഡന്റ് ആലുങ്ങൽ യൂസഫ്, സെക്രട്ടറി അഷ്റഫ് മാനം കണ്ടത്ത് എന്നിവർ ഏറ്റുവാങ്ങി. കരുണ UAE ചാപ്റ്റർ അംഗം ജിഷാർ സുലൈമാന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഷമീർ C സുലൈമാൻ, NM റസാഖ്, വാരിക്കുന്നത്ത് അബൂബക്കർ, ജമാൽ കരിക്കാട്, AM അബ്ദുൾ ലത്തീഫ്, മൊയ്തീൻ കുട്ടി, ഷിനോസ് എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി അരുവായി ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശത്തിനും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കും തുടക്കമായി. മാർച്ച് 27 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. അഷ്ടമംഗല വിധി പ്രകാരം ഒരു വ്യാഴവട്ടത്തിനു ശേഷം ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് 12 വർഷത്തിലൊരിക്കൽ പുനഃപ്രതിഷ്ഠയും നവീകരണ പ്രവർത്തനങ്ങളും ഭഗവതിക്ക് കലശമാടലും നടത്തുന്നത്.
11 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആലംകോട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. നവീകരണ കലശത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ഗിരീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം ക്ഷേത്രമൂരാളൻ പയ്യഴി രാമചന്ദ്രനുണിയുടെ മകൻ കണ്ണനുണ്ണി നിർവഹിച്ചു. കളമെഴുത്തു കലാകാരൻ കല്ലാറ്റെ മണികണ്ഠക്കുറുപ്പ് സംസാരിച്ചു. സെക്രട്ടറി രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കൃഷ്ണാഞ്ജലി മ്യൂസിക് അക്കാദമി അരുവായി അവതരിപ്പിച്ച സംഗീത ഫ്യൂഷനും നാദശങ്കരത്തിന്റെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായിരുന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് റോണിസ് ജോസ് മുഖ്യാതിഥിയായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, NB ബിജു, PA ബൈജു, PB ബിബിൻ, സുമന സുഗതൻ, സ്വപ്ന പ്രദീപ് എന്നിവർ സംസാരിച്ചു. വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 344 ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് പൊന്നാനി കടപ്പുറത്തു നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ട്രസ്റ്റി സോജൻ KJ രഥത്തിന് ഹാരമണിയിച്ചു. ഇടവകാംഗം ഫാദർ ജയേഷ് പുലിക്കോട്ടിൽ ദീപശിഖയെ പള്ളിയിലേക്ക് ആനയിച്ചു. പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ജാഥ ക്യാപ്റ്റൻ ഫാദർ യെൽദോ വർഗീസ് നേതൃത്വം നൽകി. 2025 വർഷത്തെ NH അൻവർ മാധ്യമ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സാറ്റലൈറ്റ് കേബിൾ ചാനൽ വിഭാഗങ്ങളിൽ മികച്ച ന്യൂസ് സ്റ്റോറി, സാറ്റലൈറ്റ് ചാനലിൽ വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് വിഷയം പ്രതിപാദിച്ച മികച്ച റിപ്പോർട്ട്, കേബിൾ ചാനലിലെ സാമൂഹ്യ പ്രസക്തിയുള്ള ന്യൂസ് സ്റ്റോറി, കേബിൾ ചാനലിലെ മികച്ച റിപ്പോർട്ടർ, ക്യാമറ പേഴ്സൺ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ്. 2024 ഏപ്രിൽ 1-നും 2025 മാർച്ച് 31-നും ഇടയിൽ സംപ്രേഷണം ചെയ്ത വാർത്തകളാണ് പരിഗണിക്കുക. എൻട്രികൾ ഏപ്രിൽ 10-ന് മുൻപായി NHAnwar@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8086 897003 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ CPM കാട്ടകമ്പാൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ മുതൽ ഷാപ്പ് റോഡ് വരെയുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കാളികളായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8630 രൂപ, പവന് 66,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 112 രൂപ. ചരമം. ചിറ്റണ്ട അമ്പലപ്പാട്ട് വീട്ടിൽ പരേതയായ ഭാർഗവി അമ്മയുടെ മകൾ ദേവയാനി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടത്തി. സ്മിജ, സുനിത എന്നിവർ മക്കളാണ്. കുന്നംകുളം ശാന്തിനഗറിൽ പരേതനായ പറപ്പൂർ ജോർജ് ഭാര്യ ലില്ലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് CSI സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി പരേതനായ ചിരിയങ്കണ്ടത്ത് പത്രോസിന്റെ ഭാര്യ ഏലിയ നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. എരുമപ്പെട്ടി പതിയാരം മുരിങ്ങത്തേരി അന്തിക്കാട്ട് ദേവസിയുടെ മകൻ പോൾ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പതിയാരം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. LC ഭാര്യയും പരേതനായ ക്രിസ്റ്റഫർ, ക്രിസ്റ്റി ജോസ് എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ പരേതനായ പോലിയത്ത് ബാലകൃഷ്ണൻ ഭാര്യ ഭാർഗവി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. റിട്ടയർഡ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രേമ, റിട്ടയർഡ് LIC ഡെവലപ്മെന്റ് ഓഫീസർ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് രാജീവ്, റിട്ടയർഡ് DYSP ബാബുരാജ്, റിട്ടയർഡ് അധ്യാപിക മീന എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.